ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയും ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസൻ ശേഷമുള്ള നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുത്തെ പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മയെല്ലാം ഇത്രത്തോളം ബലത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്തതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നാം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയുടെ മാറ്റങ്ങളും അതിൻ്റെ പ്രകൃതിയുടെ മാറ്റങ്ങളൊക്കെ എത്ര ദൈവമക്കളാണെന്ന് പറഞ്ഞാലും നമ്മളെയും ബാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതിനകത്തുള്ള കൊച്ചു കൊച്ചു പ്രയാസങ്ങളൊക്കെ എല്ലാവരെ പോലെയും നമുക്കും എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പാസ്റ്റർ പറഞ്ഞ പോലെ ഇതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് ദൈവം നൽകി തരുന്ന ഒരു ആരോഗ്യവും സൗഖ്യവും ബലവുമുണ്ട്. ആ ദൈവകൃപയിലാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക. ദൈവത്തിൻ്റെ ബലത്തിലായിരിക്കണം നമുക്ക് ആശ്രയം വെക്കുവാനായിട്ട് കഴിയേണ്ടത്. കർത്താവ് നമ്മളെ അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ് തുടങ്ങി പൂർത്തീകരിക്കാത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലേക്കാണ് ഇന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യവും നമ്മളങ്ങനെ പൂർത്തീകരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ തുടങ്ങി വെച്ച ഒരു ഭാഗമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഏതാണെന്നുള്ളത്? എബ്രാലേഖനമല്ല, ഓക്കെ, എബ്രാലേഖനത്തിൽ നമ്മൾ എത്തി. നമ്മുടെ അന്ന് വായിച്ച വാക്യമെന്ന് പറയുന്നത് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? അല്ല അതൊക്കെ കഴിഞ്ഞു. അതല്ല, അതും ആദ്യം നമ്മൾ പറഞ്ഞാണ്. എവിടെ ആരോ പറഞ്ഞു? ആരാ? ഓക്കെ, അത് തന്നെ. 1 പത്രോസിൻ്റെ അന്ന് അലനില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആ ഭാഗം നമ്മൾ കവർ ചെയ്തായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോയായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നാണ്, ദൈവവചനത്തിൽ വളരുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രസംഗത്തിന് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ എന്ത് ചെയ്യുക? വളരുക എന്നുള്ളതാണ്. അതിൽ വളരാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അന്ന് വരാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയ ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. നമ്മളിങ്ങനെയാണ് പറഞ്ഞത്, ഒരുവൻ ദൈവവചനത്തിൽ വളരാനായിട്ട് കഴിയണമെങ്കിൽ ഒരുവന് വളരാൻ അവനെ സഹായകമാക്കി തീർക്കുന്നത് ദൈവത്തിലും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലും ദൈവകൃപയിലും ഒരുവനെ വളരാൻ ഒരുവനെ പര്യാപ്തമാക്കി മാറ്റുന്നത് എന്താണ്? ദൈവവചനത്തിലുള്ള അറിവാണ്. നമ്മൾ എത്രത്തോളം ദൈവവചനത്തെ അറിയുന്നുവോ, എത്രത്തോളം ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കുന്നുവോ, അത്രത്തോളം നമ്മൾ ആരായിരിക്കും? കരുത്തുള്ളവരായിരിക്കും, വളർച്ചയുള്ളവരായിരിക്കും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വചനത്തിലുള്ള അറിവ് കുറയും തോറും നമ്മൾ ആത്മീകമായി എങ്ങനെയുള്ളവരായിരിക്കും? ശോഷിച്ചവരായും ക്ഷീണം ബാധിച്ചവരായും ആത്മീകമായ വൈകല്യങ്ങൾ ഉള്ളവരായിരിക്കും. ആ വാക്കാണ് അതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ആത്മീകമായ വൈകല്യങ്ങൾ പ്രാപിച്ചവരായിരിക്കും. നമ്മുടെ കാര്യം ഈ വൈകല്യത്തിൻ്റെ പ്രത്യേകത, ചില കാര്യങ്ങൾ നമ്മൾ എന്തായിരിക്കും? ഹൈ ആയിരിക്കും, ചില കാര്യങ്ങൾ കേപ്പബിൾ ആയിരിക്കില്ല. അതാണ് ഈ വൈകല്യം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റില്ല. ഈ വൈകല്യമുള്ളവരൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ വചനത്തിനകത്ത് ശരിയായിട്ട് വളരാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, അതിനകത്തുള്ള അറിവില്ലെങ്കിൽ, അതിനർത്ഥം നമ്മൾ ആത്മീക വൈകല്യമുള്ളവരാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു, അങ്ങനെ വചനത്തിൽ വളരാനായിട്ട് നമുക്ക് ഒരാഗ്രഹമാണ് ആദ്യം എന്തിനു വേണ്ടത്? നമുക്ക് ഉണ്ടാവേണ്ടത്. ദൈവവചനത്തോടുള്ള എന്താ വേണ്ടത്? നമുക്ക് ആഗ്രഹം, താല്പര്യമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഈ ആഗ്രഹം സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല. ഈ ആഗ്രഹത്തിന് തടസ്സമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ മാറിപ്പോയാലാണ് ഇത് നമുക്ക് ഇതിനോടുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അപ്പോൾ ഈ വചനത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ തന്നെ നീക്കിക്കളയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അന്ന് സൂചിപ്പിച്ചായിരുന്നു, അതിനി വിശദീകരിക്കുന്നില്ല. അത് ആദ്യം നീക്കിക്കളയണം. അല്ലാണ്ട് നമ്മൾ ഈ
വചനത്തോടുള്ള ആർത്തി ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെ നിൽക്കുന്ന കാലത്തോളം ഏത് അസൂയയും വ്യാജഭാവങ്ങളും സത്യമല്ലാത്ത ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ളവരിൽ എന്ത് ചെയ്യും? വചനത്തോടുള്ള താല്പര്യം എന്ത് ചെയ്യും? കുറയും. അവരുടെ ജീവിതത്തിലേക്ക് സത്യസന്ധത ഇല്ലാതെയായി തീർന്നു കഴിഞ്ഞാൽ കാര്യം വചനം സത്യമാണ്. നമ്മുടെ ഉള്ളിൽ സത്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലെ വർക്കൗട്ട് ആവത്തില്ല. രണ്ടിനും ഒരേ സമയത്ത് നമ്മളിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? വ്യാജം മാറിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സത്യമായ വചനം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യാനായിട്ട് തുടരും. അപ്പോൾ അത് നീക്കിക്കളയണം. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും വചനം കൊണ്ട് മാറിപ്പോകുന്നതല്ല. ഇത് എഫോർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ മാറണം. നമ്മൾ മാറ്റിയെടുക്കണം. അത് നമ്മളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ നേരെ പറയും വചനത്തോടുള്ള വാഞ്ച ഉണ്ടായിട്ട് ഇതൊക്കെ നീങ്ങിപ്പോണമെന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷെ ബൈബിൾ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? വചനത്തോടുള്ള വാഞ്ച നമുക്ക് വർദ്ധിക്കണം. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയാണ്, എങ്ങനെയാന്ന് പറഞ്ഞാൽ എത്ര നല്ല സാധനങ്ങൾ നമ്മൾ കഴിച്ചാലും കുറേ കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? മടുപ്പ് വരും, അല്ലേ? എത്ര നല്ല സാധനം നമ്മൾ കഴിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടുപ്പ് വരും. അങ്ങനെ ചിക്കനൊക്കെ നാട്ടിലൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കല്ലേ, നമ്മൾ വല്ലപ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിപ്പോൾ നമുക്ക് ചിക്കൻ എന്നും കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളവരാണ്. ശരിയല്ലേ? എന്നും ചിക്കൻ ആയിരുന്നെങ്കിൽ എന്നാ ഇപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത് പറഞ്ഞേ? നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞേ. ഈ ചിക്കൻ ഒഴിച്ച് മറ്റെന്തെങ്കിലും ഒക്കെ ഒന്ന് അല്ലേ കിട്ടിയാൽ. കാര്യം നമ്മൾ മടുത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിനകത്ത് എന്തുണ്ടാവും? ഒരു ചിക്കൻ ഉണ്ടാവും, അല്ലാണ്ട് വേറെ നമുക്ക് കിട്ടാനില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കും ചിക്കൻ കിട്ടിയാൽ കൊള്ളാം. അവിടുത്തെ പൈസ ഓർക്കുമ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ മേടിക്കും, ബസ് തീർന്നു. ഇവിടെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നമ്മൾ ചിക്കൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരിക്കും. അതാണ് കാര്യം. ഇവിടുത്തെ ചീപ്പായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിക്കന് തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? മടുപ്പ് വന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്കങ്ങ് പറ്റാതെയായി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വചനത്തോട് ആർത്തി ഉണ്ടാക്കുന്ന ഒരു വസ്തുത അതിനകത്തുണ്ട്. അത് ശരിക്കും രുചിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനോട് എന്തുണ്ടാകത്തില്ല? താല്പര്യം ഉണ്ടാകത്തില്ല, അല്ലേ? ഈ പാല്, ദൈവനത്തോട് പാല് എന്നാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ പാല് കുഞ്ഞുങ്ങൾ നമുക്കറിയാം, ഞാനത് പറഞ്ഞാണ്. ചെറിയ കുഞ്ഞുങ്ങൾ, ജനിച്ച കുഞ്ഞുങ്ങൾ ചിലർ കണ്ടിട്ടില്ല, അവർ വെറുതെ കുടിച്ചോണ്ടിരിക്കും. കുടിച്ചിട്ട് ഛർദ്ദിക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ അവർക്ക് എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് അവർ അനുഭവിച്ചു. അപ്പോൾ അതെന്ത് ചെയ്യാണ്? അവർ കൂടുതൽ ആർത്തിയോടെ കഴിക്കുന്നു, തുപ്പുന്നു, ഛർദ്ദിക്കുന്നു, അങ്ങനെ ഒരു ഭാഗത്തോടെ പോകുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ആർത്തി ഉണ്ടാകുന്ന, അവർക്ക് താല്പര്യമുണ്ടാകുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റാണ് അവർക്ക് അതിനുവേണ്ടി താല്പര്യം ഉണ്ടാക്കുന്നത്. ദൈവവചനത്തോട് നമുക്ക് താല്പര്യമുണ്ടാക്കുന്ന കണ്ടന്റ് എന്തുവാണ്? നമ്മളവിടെ വായിച്ചത് ഇങ്ങനെയാണ്. നിങ്ങളെന്താ? കുടിപ്പാൻ വാഞ്ചിപ്പിൻ. 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ആ വാക്കാണ് അവിടെ പ്രധാനം എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ദൈവവചനത്തോടുള്ള താല്പര്യം ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്? എന്തായിരിക്കണം? വസ്തുനിഷ്ഠമായി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതൊന്നുമല്ല, ഭൗതികമായി നിങ്ങളുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത വസ്തുതകളൊന്നുമല്ല ഇതിനെ നിങ്ങളെ പര്യാപ്തമാക്കി മാറ്റുന്നത്. അതൊന്നും അങ്ങനെ സഹായിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്കുണ്ടായ കാറോ, നിങ്ങൾക്കുണ്ടായ വീടോ, നിങ്ങൾക്കുണ്ടായ ജോലിയോ, നിങ്ങളുടെ ചുറ്റുപാടുകളോ, ഇതൊന്നും ദൈവവചനത്തോട് എന്ത് കൂട്ടത്തില്ല? അതിനോടുള്ള ആ ആർത്തി നിങ്ങളിലേക്ക് വർദ്ധിപ്പിക്കത്തില്ല. പിന്നെ എന്താന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ? കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ദൈവ ജീവിതത്തിൽ കർത്താവ് ദയാലുവാണെന്ന് പറയാൻ കഴിയാത്ത ഒരൊറ്റ മനുഷ്യനും ഇന്ന് പകൽ ഇവിടെ വന്നിരിപ്പില്ല, അല്ലേ? നമുക്കെല്ലാവർക്കും ഏക സ്വരത്തിൽ പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നു? ദയാലുവായിരുന്നു. അവൻ്റെ ദയയുടെ, കരുണയുടെ, ആർദ്രതയുടെ എല്ലാം ശ്രേഷ്ഠത നിമിത്തമാണ് ഇന്നീ ആരോഗ്യത്തോടെ, ഇന്നീ ബലത്തോടെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ വചനത്തിലേക്ക് നമ്മളെ വലിച്ചിറക്കുന്ന, അതിലേക്ക് നമ്മളെ ആഴ്ന്നിറങ്ങാൻ സഹായകമാക്കി തീർക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, അതിനകത്ത് ക്രീം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കർത്താവിനെ ആസ്വദിക്കുക. അപ്പോൾ അതാണ് ഞങ്ങൾ ചിന്തിച്ചു പോയത്. അതിനുശേഷം ദൈവവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ്വദിച്ച് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗം പറയാം. ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു. ആദ്യത്തെ വാക്യം, 2-ാം വാക്യത്തിനകത്ത് നമ്മളിങ്ങനെ വായിച്ചു, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഒരുവനെ, അതിൻ്റെ വളർച്ചയിലേക്ക് നയിക്കുന്നത് എന്താണ്?
ദൈവവചനത്തിൻ്റെ ആഴമായ അറിവാണ്, തീവ്രമായ ശക്തിയാണ് അവനെ വളരാനായിട്ട് സഹായിക്കുന്നത്, രക്ഷയ്ക്ക് വളരുവാൻ. ആ വാക്ക് വളരെ പ്രധാനമാണ് കേട്ടോ, രക്ഷയ്ക്കായി വളരുവാൻ. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എല്ലാമായി ഇനി കർത്താവ് വരുമ്പോൾ പോകാം എന്ന് ചിന്തിച്ചല്ല ഇരിക്കേണ്ടത്. ഇത് വളരുന്ന രക്ഷയാണ്, പ്രോഗ്രസീവ് രക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രസീവ് സാൽവേഷൻ അതാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിട്ടി അതങ്ങനെ ആയി എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ എന്താ, ഈ രക്ഷയ്ക്കകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ദിനംതോറും വളർന്നുകൊണ്ടേയിരിക്കണം, ഓരോ ദിവസവും വളരണം. ആ വളർച്ചയിൽ നമ്മളെ സഹായിക്കുന്ന ഘടകം എന്താണ്? ദൈവവചനം. ഹൃദയത്തിൽ എഴുതിയിടണം. ദൈവവചനമാണ് നമ്മളെ വളരാനായിട്ട് സഹായകമാക്കി തീർക്കുന്നത്. അങ്ങനെ വളരാതിരുന്നാൽ എന്താണ് പ്രശ്നം? അവിടെയാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെയാണ് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വന്നത്. അത് നമ്മൾ 4-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 11 ഓൺവേഴ്സ് ആണ് നമ്മളത് വായിച്ചത്. വായിച്ചാട്ടെ. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഏതാ വായിക്കുന്നേ? 4 ഞാൻ പറഞ്ഞത്. സോറി, 5:11. സോറി, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാടുകളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. മതി. നമ്മൾ ആദ്യം പറഞ്ഞു പാൽ കുടിപ്പാനായിട്ട് എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. ഇവിടേക്ക് വന്നപ്പം പാല് മാറി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കട്ടിയുള്ള ആഹാരം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജസ് ഉണ്ട് എല്ലാത്തിനും. ഏത് കാര്യത്തിനും എന്തുണ്ട്? ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പം എഡ്വിൻ അവനിപ്പം ഇപ്പോഴും പാല് മാത്രമേ കുടിക്കുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കട്ടെ, അങ്ങനെയാണെന്നിരിക്കട്ടെ. അത് എന്താണ്? അതൊരു പ്രശ്നമാണ് അല്ലേ? അത് അവൻ്റെ പ്രായം ഇപ്പം അതല്ല. പാല് വേണമെങ്കിൽ കുടിക്കാൻ 1-2 ഗ്ലാസ്, പക്ഷെ അങ്ങനെയല്ല. പാല് മാത്രം കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ആഹാരം, ഇടയ്ക്ക് ബിരിയാണി കഴിക്കണം അല്ലേ? അങ്ങനെ ഓരോരോ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പ്രായമായി. അപ്പം അത് കഴിക്കണ സമയം അനുസരിച്ച്. അപ്പോൾ ഈ പാലിൻ്റെ ഒരു പ്രായമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? നമുക്ക് കട്ടിയായുള്ള ആഹാരം വേണം. ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ. ഇത് വളരെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അല്ല, ആ പ്രസംഗം, ആ പാസ്റ്റർ പ്രസംഗം ഇച്ചിരി ഞാൻ വേണമെങ്കിൽ ഇച്ചിരി ഞാൻ പേര് പറയാം. സാധാരണ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമുക്ക്, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ. കൂടുതലും സാധാരണ വിശ്വാസികൾ അത് തള്ളിക്കളയാറുള്ളൂ. കാര്യം ചെയ്ത് മുഴുവൻ അവരുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുള്ളൂ. അവർ അതൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അത് ദഹിക്കുന്നില്ല അവർക്ക്. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ദഹിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അത് വേണ്ട, അതങ്ങ് മാറ്റി അങ്ങ് നമ്മൾ വയ്ക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. അനുക്കൊടുത്തോണ്ടെന്നല്ല, അങ്ങനെ ചിലത് നമുക്ക് പറ്റാത്ത, നമുക്ക് ദഹിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. പക്ഷെ ബൈബിൾ പറയാണ് അങ്ങനല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് എന്തുണ്ടാകണം? ഒരു വളർച്ച ഉണ്ടാകണം. ബൈബിൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് കട്ടിയായുള്ള ആഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പാല് മാത്രം എപ്പോഴും കുടിച്ചോണ്ട് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞ വചനത്തിൽ വളരുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഈ വചനത്തിൽ വളർന്നില്ലെങ്കിലോ അതിൻ്റെ പ്രശ്നമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്താ? പ്രായമൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞ പോലെ ഒരുപാട് പ്രായമായവരാണ് ഇവിടെ. വയസ്സെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, 55 അങ്ങനെയല്ല. വിശ്വാസത്തിൽ ഒരുപാട് പ്രായമായി. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ആരായി നിൽക്കേണ്ടവരാണ്? ഉപദേഷ്ടാക്കന്മാരായി നിൽക്കാനുള്ള പ്രായമുള്ളവരാണ് നിങ്ങൾ വിശ്വാസത്തിൽ. അത്രയ്ക്ക് പെന്തക്കോസിൽ ജനിച്ചു വളർന്നവരുണ്ട്, ചെറുപ്പത്തിൽ പെന്തക്കോസിൽ വന്നവരുണ്ട്, അറ്റ്ലീസ്റ്റ് 10 വർഷമെങ്കിലും ആയവരുണ്ട്. ഇങ്ങനെ പല വർഷങ്ങളായിട്ട് ദൈവവചനം പഠിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ എന്താ പറഞ്ഞത്? കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ
ആവശ്യമായിരിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ദൈവവചനത്തിൻ്റെ ആദ്യ പാഠങ്ങളുടെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് എപ്പോഴാണ്? അത് പാല് കുടിക്കുന്ന പ്രായത്തിലാണ്. അതാണ് ദൈവവചനത്തിന് പാല് കുടിക്കുന്ന പറയുന്നില്ലേ, അതാണ്. അതായത് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് രക്ഷ, എങ്ങനെ രക്ഷിക്കപ്പെടണം, എന്താണ് സ്നാനം, എങ്ങനെ സ്നാനപ്പെടേണ്ട കാര്യം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ശരിക്കും ഈ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ആരാണ് ദൈവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ്, ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ് എന്ത് ആദ്യപാഠങ്ങൾ എന്ന് പറയുന്നത്. ഇനി പൗലോസ് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. പൗലോസ് തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, അവരെ വിളിച്ച വിളിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അല്ലേ, അവരുടെ വിളിയുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പൗലോസ് ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ജിയോമോനൊരു ജോലി കൊടുക്കണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു നല്ല വീട് കൊടുക്കണമേ, കാറ് കൊടുക്കണമേ. പക്ഷെ ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഈ വക യാതൊരു കാര്യമല്ല പ്രാർത്ഥിക്കുന്നത്. പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം കേട്ടോ. ഭൗതികമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം ഒരു സഭയ്ക്ക് വേണ്ടി പൗലോസ് എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരുടെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോഴാണ്. ഇനി ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഓരോരുത്തരെ ദൈവം വിളിയുണ്ട്. ആ വിളിയുടെ ആശ ഇന്നതെന്ന് തിരിച്ചറിയുന്ന പോയിന്റാണ് ശരിക്കും നമ്മളെ ഒരു ദൈവം വിളിച്ചു എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, തിരിച്ചറിയുന്നുള്ളൂ. മനസ്സിലായോ? നമ്മളെയൊക്കെ ദൈവം എന്ത് ചെയ്താണ്, പേര് ചൊല്ലി വിളിച്ചതാണ്, അല്ലേ? ദൈവം വിളിച്ചല്ലേ? ദൈവം വിളിച്ച അതോ പാസ്റ്റർ വിളിച്ചപ്പം പോകുന്നതാണോ ഇങ്ങോട്ട്? ആണോ? പ്രവാചകൻ തലയെ കൈ വെച്ചിട്ട് പോകുന്നതാണോ? അല്ല, നമ്മളെ ദൈവം വിളിച്ചതാണ്, അല്ലേ? ദൈവം നമ്മളെ വിളിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ആശയുണ്ടോ. നമ്മളെ ഓരോരുത്തരെയും വെറുതെ വിളിച്ചിറക്കിയല്ല. ആ വിളിയുടെ ആശ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അപ്പൊ ഈ പാല് കുടിക്കുന്ന പരുവത്തിൽ ഈ ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ത് ചെയ്യത്തില്ല, പ്രകാശിക്കത്തില്ല. അതിന് കുറച്ചുകൂടെ വളരണം, നമ്മൾ കുറച്ചുകൂടെ ആഴമായ വചന പഠനത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ളതൊന്നും തരാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാര്യം എന്താ? നിങ്ങൾക്കിത് ദഹിക്കത്തില്ല, നിങ്ങൾ ഇപ്പോഴും ശിശുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ശിശുക്കളെ. ഇനി എന്താ എൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ വായിച്ചേ. കട്ടിയായുള്ളതല്ല, അല്ലെ? ആദ്യ പാഠങ്ങൾ തന്നെ തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഇനി അടുത്ത ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ. അതാണ് ഡേഞ്ചറസ് എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡേഞ്ചർ സോണിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളൊരു ആദ്യപാഠത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചർ സോണിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്താ? നീതിയുടെ വചനം സംബന്ധിച്ച് നമുക്ക് എന്തില്ല, പരിചയമില്ല. അതാ പോലും വചനം പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കട്ടിയായുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പക്വമായിട്ടില്ലെങ്കിൽ, അതിന് മാത്രം നമ്മൾ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിൻ്റെ ഒരു നീതിയുണ്ട്. ആ നീതി സംബന്ധിച്ച് നമ്മൾ ആരായി മാറും? അജ്ഞരായിട്ട് മാറും, അറിവില്ലാത്തവരായി മാറും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഭാഷാപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളവരുണ്ടെന്നറിയാം. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഉള്ള ഭാഷ വെച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ, അല്ലേ? അപ്പോൾ നമുക്കിതിനകത്ത് ശരിക്കും പരിചയമില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായൊരു യാത്ര തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഡേഞ്ചറസ് ആണ്. നമ്മൾ വചനത്തെ ആഴത്തിൽ പഠിക്കാതെയും മനസ്സിലാക്കാതെയുമുള്ള ഒരു യാത്ര ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ്? നീതിയുടെ വചനം സംബന്ധിച്ച് അവൻ പരിചയമില്ലാത്തവൻ അത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പരിചയമില്ലാത്തവൻ അത്ര. ഇനി അവൻ ആരാണ്? ശിശു. അപ്പോൾ ശിശുവിൻ്റെ പ്രത്യേകതയാണ് നീതി സംബന്ധിച്ചുള്ള പരിചയം അവന് ഇല്ല. എന്താണ് ഈ നീതി എന്ന് പറയുന്നത്? ജീവിതത്തിനകത്ത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഉണ്ട്, അല്ലേ? ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങളുണ്ട്. അതെവിടെ നിന്ന് അറിയുന്നത്? നമ്മൾ അറിയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം നമ്മൾ വാങ്ങിയെന്നിരിക്കട്ടെ, അതിനോട് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങളുണ്ട്, അല്ലേ? അതിനോട് ചെയ്യേണ്ടതും അത് നമ്മൾ എവിടെ നിന്ന് അറിയുന്നത്?
അതിന് മാനുവൽ ഉണ്ടാവും അല്ലേ? മാനുവൽ അറിയാത്ത ഒരുത്തിനെ സംബന്ധിച്ചോളം അവൻ എന്തും ചെയ്യുക അതിനകത്ത്. ആ ചെയ്യുന്നതെല്ലാം പ്രോപ്പർ ആകണമെന്നില്ല അല്ലേ? ചിലപ്പം കുറച്ച് നാളൊക്കെ അത് കറങ്ങി തിരിച്ചൊക്കെ പോയിരിക്കും, പിന്നെ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയും ഒരു പുകയും തീയും കാറ്റും ഒക്കെ ആയിട്ട് അത് അങ്ങ് അവസാനിക്കും അല്ലേ? ആ സമയം മാനുവലുള്ള ഒരുവനെ സംബന്ധിച്ചോളം എന്തായിരിക്കും? അത് കൃത്യമായിട്ടായിരിക്കും അതിനെ പരിപാലിക്കുന്നത്, അതിനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുവനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു മാനുവലുണ്ട്. നമ്മൾ ഈ സ്വർഗത്തിൽ പോയി നിൽക്കണമല്ലോ, നമ്മൾ സ്വർഗത്തിൽ പോയി നിൽക്കണ്ടേ അല്ലേ? ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുന്നിൽ പോയി നിൽക്കണമല്ലോ. ഇത് പോയി നിൽക്കുമ്പോഴത്തേക്കും കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എത്ര നാൾ പെന്തക്കോസ്തിൽ ഇരുന്നൊന്നും അല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവിന് അത് വിഷയമൊന്നുമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മുമ്പന്മാരാരായിത്തീരും പിമ്പന്മാരും, പിമ്പന്മാരാരായിത്തീരും മുമ്പന്മാരായിത്തീരും. അപ്പം കർത്താവ് ചോദിക്കുക നിങ്ങൾ പെന്തക്കോസ്തിലായിട്ട് എത്ര വർഷമായി? പെന്തക്കോസ്തിലാണോ ജനിച്ചു വളർന്നത്? പാസ്റ്റർ ആയിരുന്നോ അപ്പൻ? ഇതൊന്നും കർത്താവ് ചോദിക്കില്ല. കർത്താവ് ചോദിക്കുന്നത് എൻ്റെ വചനം സംബന്ധിച്ച് നീ എത്രത്തോളം പരിചയമുള്ളവനായിരുന്നു അല്ലെ? ഈ പരിചയം എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസാണ്. എൻ്റെ പരിചയം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഞാൻ പരിചയിച്ച വഴികൾ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകണമെന്നില്ല, ഉണ്ടാകത്തില്ല. നിങ്ങൾ പരിചയിച്ച വഴികളെക്കുറിച്ച് എനിക്കും അറിവില്ല. ഞാനും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് ഞാനും സഞ്ചരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും പരിചയം ഉണ്ടാകേണ്ടുന്നൊരു വഴിയുണ്ട്. അത് ദൈവവചനത്തിൽ കൂടെ ദൈവത്തെ അറിയുന്ന വഴിയാണ്. അതറിയുന്ന ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിച്ചിരിക്കുന്നത്, ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, അത് നമ്മൾ റോമാലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട് കേട്ടോ, മനുഷ്യൻ്റെ വിചാരങ്ങളെ തൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, 2-ാം അധ്യായത്തിലാണ്, ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. കർത്താവ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്ക് ആർക്കും ലോകത്തിലുള്ള എന്തുകൊണ്ടാണ് ഈ സുവിശേഷം എന്ന് പറയാനുള്ള കാരണം എന്നറിയോ? സുവിശേഷം നല്ല വാർത്ത. അത് നല്ല വാർത്തയാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് അത് മനുഷ്യനെ രക്ഷിക്കുന്നതുകൊണ്ട് മാത്രമല്ല സുവിശേഷം നല്ല വാർത്തയാകാനുള്ള കാരണം. എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുകയാണ് സുവിശേഷം. എന്താ? സകല മനുഷ്യരും പാപികളാണ് അല്ലേ? അതാണ് സുവിശേഷം പറയുന്നത്. എല്ലാ മനുഷ്യരും, പെന്തക്കോസ്തിൽ ജനിച്ചവനും പെന്തക്കോസ്തിനകത്തുള്ളവനും എല്ലാവരെയും പാപികളായിട്ട് കാണുകയാണ്. എല്ലാ മനുഷ്യനും എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. എല്ലാവരും പാപികളാണ്, എല്ലാ മനുഷ്യനും രക്ഷ പ്രാപിക്കണം. പിന്നെ എല്ലാവർക്കും രക്ഷിക്കപ്പെടാൻ ഒരു മാർഗം വെച്ചു. അതെന്താണ്? ബൈബിൾ. കാശ് കൊടുത്താണ് രക്ഷിക്കപ്പെടണമെങ്കിൽ കാശുള്ളവനെ പറ്റത്തുള്ളൂ. അത് പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? കാശുള്ളവനും കാശില്ലാത്തവനും, ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും, കിടക്കുന്നവനും എഴുന്നേറ്റ് ഓടുന്നവനും സകലർക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ത്? സുവിശേഷം. എങ്ങനെ? വിശ്വസിക്കുക കർത്താവിനെ. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാം. അതുകൊണ്ടാണ് ഈ നല്ല വാർത്ത. ഈ സുവിശേഷം വെച്ചാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ഈ വചനത്തെ വെച്ചിട്ടേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? മനുഷ്യനെ ന്യായം വിധിക്കും. നിങ്ങൾ വചനത്തോട് എത്രത്തോളം നീതി പുലർത്തി ലോകത്തിൽ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നെയും നിങ്ങളെയും ദൈവം ന്യായം വിധിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതിന് മറ്റൊരു ഘടകങ്ങളും. ഇനി ഒരുവൻ നിയമത്തെ സംബന്ധിച്ച് അജ്ഞനായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവന് കോടതിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? ഒരുത്തൻ തെറ്റ് ചെയ്തിട്ട് കോടതി ചെന്ന് കഴിഞ്ഞ് പറയാണോ, അയ്യോ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് കോടതി ഉടനെ നിയമം എഴുതി മാറ്റുമോ? അയ്യോ അവൻ അറിയാതെ പറ്റിപ്പോയതാണ്, അവനതിനുള്ള അവസരം കിട്ടില്ല, പോട്ടെ എന്ന് പറഞ്ഞ് കോടതി കൈയൊഴിയത്തില്ല. നിയമത്തെ സംബന്ധിച്ച് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല. എഴുതപ്പെട്ട നിയമത്തിനനുസരിച്ച് അതിനെ നീ അതിലംഘിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശിക്ഷ നിനക്ക് ഉണ്ടാവും. അതാണ് കോടതിയുടെ വിധി എന്ന് പറയുന്നത്. എന്നുള്ളതുപോലെ തന്നെയാണ് ബൈബിൾ നിങ്ങൾ അറിഞ്ഞോ, വചനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവില്ല, ഇതൊരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഭാഷയിൽ, നിങ്ങൾക്കറിയാവോ, ഞാനും നിങ്ങളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഭാഷയിൽ അച്ചടിക്കപ്പെടാത്ത എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെന്ന് അറിയാവോ? സ്വന്തം ഭാഷയിൽ ദൈവവചനം കിട്ടാത്ത മനുഷ്യർ നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ഗ്രാമങ്ങളുണ്ടെന്നറിയോ? സ്വന്തം ഭാഷയിൽ. പക്ഷേ ഈ ദൈവം ആരാണെന്നും അവൻ്റെ പ്രവൃത്തികൾ എത്ര വലുതാണെന്നും അവൻ മനുഷ്യനോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്ന നമ്മുടെ ഭാഷയിൽ ഈ വചനം തന്നിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? ഈ ദൈവത്തെ വചനത്തിൽ കൂടെ ആഴത്തിൽ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ദൈവം മുമ്പാകെ ചെല്ലുമ്പോൾ വചനം അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസും എന്ത് ചെയ്യത്തില്ല,
കിട്ടത്തില്ല. അന്ന് പറയും, അന്ന് പ്രതീക്ഷ വാസ് അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. എന്ത്? വചനത്തിൽ എന്ത് ചെയ്യണം? കട്ടിയായിട്ടുള്ളത് പഠിക്കണം, വചനത്തിലേക്ക് തിരിയണം, വചനം പഠിക്കണം, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാനും നിങ്ങളും സഞ്ചരിക്കണം എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അവരെന്താണ്? ശിശുവാണ്. ദൈവം എന്നെ സംബന്ധിച്ച്, നീതിയുടെ വചനം സംബന്ധിച്ച് അവർക്കറിയില്ല. ഇനി അതിൻ്റെ ഒരു പ്രശ്നം അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? അവനും പരിചയമില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കുഴപ്പം അവിടെ പറയുന്നുണ്ട്. എന്താ? ഈ കട്ടിയായുള്ള ആഹാരം ആർക്കാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചോ. ഇവിടെ പറയാണ് ഈ കട്ടിയായുള്ള ആഹാരം പറ്റുന്നത് ആർക്കാന്നറിയാവോ? ഇത് ഒന്ന് പ്രായം തികഞ്ഞവർക്കേ പറ്റത്തുള്ളൂ. ഈ പ്രായം തികഞ്ഞവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രായം തികഞ്ഞവരുടെ പ്രത്യേകത, ആ വാക്യങ്ങളൊന്നും നിങ്ങൾ നോക്കിയോ, കുറേ കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടെ, അല്ലേ? നന്മ തിന്മ, അതിൻ്റെ തഴക്കം, പിന്നെ അതിൻ്റെ ഇന്ദ്രിയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഞാൻ ഇത്രയങ്ങ് പറയാം. ഒരു കുഞ്ഞ്, ചെറിയൊരു കുഞ്ഞ് ജനിച്ചു വീണെന്നിരിക്കട്ടെ. ആ കുഞ്ഞ് കുറച്ച് വളർന്നു, 1 വയസ്സൊക്കെ ആയപ്പോൾ ആ കുഞ്ഞ് ഒരു വിളക്കിൻ്റെ, മണ്ണെണ്ണ വിളക്ക് നമ്മൾ കത്തിച്ചു, മണ്ണെണ്ണ വിളക്ക്, ആ വിളക്കിൻ്റെ തിരുനാളത്തിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോവാന്നിരിക്കട്ടെ. നമ്മൾ ഇച്ചിരി ദൂരെയാണ്. നമ്മൾ പറയും, കുഞ്ഞെ എന്ത് ചെയ്യരുത്? പോകരുത്. പക്ഷെ നമുക്ക് അവനെ റീച്ച് ചെയ്യാൻ പറ്റാത്ത ദൂരത്തിലാണ്. ഓടിച്ചെന്ന് അവൻ ചെന്ന് ആ തീനാളത്തെ തൊട്ടുന്നിരിക്കട്ടെ. ഫസ്റ്റ് തൊടലിൽ അവൻ എന്ത് മനസ്സിലായി? ഇത് അപകടമാണ്. നമ്മൾ ദൂരെ നിന്ന് പറഞ്ഞു കൊടുത്തു, അവനത് മനസ്സിലായില്ല, അവനത് പോയി തൊട്ടു. അപ്പോൾ അവന് മനസ്സിലായി എന്താണ്? മണ്ണെണ്ണ വിളക്കിൽ തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ള കാര്യം അവൻ്റെ ഇന്ദ്രിയങ്ങളിൽ കൂടെ എന്ത് ചെയ്തു? അവനത് മനസ്സിലാക്കി. ഒന്നാമത്തെ, അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം അവനത് പെട്രോൾ മാക്സ്, മറ്റത് ഇങ്ങനെ അതിനുള്ള ഒരടപ്പും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്ന മണ്ണെണ്ണ വിളക്ക്, പെട്രോൾ മാക്സ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതേ കൊച്ചു തന്നെ അവൻ്റെ 2-ാം വയസ്സിൽ പെട്രോൾ മാക്സിൻ്റെ അടുത്തിട്ട് ചെന്നു, അതിൻ്റെ ചില്ലിൽ എന്ത് ചെയ്യുന്നു? തൊടുന്നു. അതും എന്ത് തന്നെയാണ്? ശരിക്കും ചൂട് തന്നെയാണ്, കത്തി നിൽക്കുമ്പോൾ ചൂട് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ഇല്ല അവൻ എന്ത് ചെയ്യുന്നു? അത് പോയി തൊടുന്നു. തൊട്ടവന് മനസ്സിലായി. അവനോട് പറയണ, മോനെ തൊടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് മനസ്സിലാവും. അവൻ പോയി തൊട്ടപ്പോൾ അവന് മനസ്സിലായി, ഇതിൽ തൊട്ടാലും എന്താണ്? ചൂടാണ്. അപ്പോൾ ഓരോ തൊടലിൽ കൂടെയും അവൻ ഓരോ പാഠങ്ങൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. അതിനകത്ത് എന്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്? അവൻ്റെ ഇന്ദ്രിയങ്ങൾ, അല്ലേ? അവൻ്റെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇത് തന്നെയാണ് ഒരുവൻ ദൈവവചനം ആഴത്തിൽ പഠിക്കുന്നതിൽ കൂടെ ജീവിതത്തിനകത്തെ തെറ്റിനെയും ശരിയെയും, അതാ പറഞ്ഞ നന്മ തിന്മകളെ അവൻ തിരിച്ചറിയാൻ തക്കമായ പഴക്കം വരുന്ന ഇന്ദ്രിയമുള്ളവരായിട്ട് എന്ത് ചെയ്യും? തീരാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ദൈവവചനം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയും ചെല്ലും, അവർക്കെന്തും ചെയ്യാം. കാര്യം അവർക്കെന്താ? നന്മയും തിന്മയും അറിയില്ല, ശരിയും തെറ്റും അറിയില്ല, ഏതാണ് തെറ്റെന്നോ ഏതാണോ ശരിയെന്ന് അറിയില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യും? എവിടെ പോകണം എന്നറിയത്തില്ലാത്തവർ എവിടെയും എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തവർ എന്തും ചെയ്യും. പക്ഷേ ഇതൊക്കെ അറിയുന്നത് എവിടെ വെച്ചാണ് നമ്മൾ അറിയുന്നത്? ബൈബിളിലാണ്, ദൈവവചനത്തിലാണ് നമ്മൾ അറിയുന്നത്. ഒരുവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളത്, അല്ലേ? അതറിയാതിരിക്കുന്നത് എന്താണത്? അപകടമല്ലേ? അല്ലേ? ഒരു പാസ്റ്റർ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്, അല്ലേ? പാസ്റ്റർ പറയാണ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുവന് ഇഷ്ടമുള്ളൊരു കാര്യം, താല്പര്യമുള്ളൊരു കാര്യം അത് തെറ്റാണ്, ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടക്കേടുണ്ടാവും, സ്വാഭാവികമായ കാര്യമാണ്. അത് നമുക്കിപ്പം ചില കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയങ്ങളെടുക്കും നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ശരിയാണെന്നറിഞ്ഞാലും നമ്മളൊക്കെ എങ്ങനെയാന്നേ, ശരിയാണെന്നറിഞ്ഞാലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ, അല്ലേ, ജീവിതത്തിൽ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ അറിയേണ്ടത് എവിടെ വെച്ചാണ്? ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരിയായിട്ട് എവിടെ നിന്ന് അറിയണം? തിരുവചനത്തിൽ നിന്ന് പറയണം. ഇനി ഇവിടെ നിന്നൊരു പാസ്റ്റർ തൊണ്ടകീറി പ്രസംഗിക്കുകയാണെന്ന് ഇരിക്കട്ടെ, ആ പറയുന്ന കാര്യം തെറ്റാണോ എന്നുള്ളതും കൂടെ ആരറിയണം?
നമ്മളറിയണം. അല്ലാണ്ട് പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ വേദി കയറി എന്തും വിളിച്ചു പറയാനുള്ളവരെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല. അത് ശരിക്കും അതിനകത്ത് തെസലോനിക്ക സഭയിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. തെസലോനിക്കയിലുള്ളവരെന്ന് പറയുന്നത് അവരെന്നാണ്, അവർ പെർഫെക്റ്റ് ആയിരുന്നു. അവിടെ അപ്പോസ്തലന്മാർ കയറി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചപ്പോൾ അവർ നേരെ തിരുവാതിനടുത്ത് ഇങ്ങനെ മറിച്ചു നോക്കി, ഈ പറയുന്നത് ശരിയാണോ, തിരുവെഴുത്തിലുള്ളത് തന്നെ അങ്ങനെ തന്നെയാണോ എന്ന് അവരെന്ത് ചെയ്തു, പരിശോധിച്ചു. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു പുസ്തകം തുറന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റർ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരണീണ് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, മാറില്ല. എങ്ങനെ മാറാൻ പറ്റും? ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. പാസ്റ്റർ പറഞ്ഞു ഇന്നതുപോലെ, അത് ശരിയല്ല പാസ്റ്റർ, അത് ഈ വാക്യത്തിൽ ഇപ്പുറം കിടപ്പുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? അത് പറയാൻ പറ്റുന്ന ഒരു ജീവിതമുള്ളവരാണ് ആരെന്ന് പറയുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത് ഈ ബൈബിൾ പാസ്റ്റർമാർക്ക് തീരെഴുതി തന്നതല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാൻ വേണ്ടി തന്നൊരു പുസ്തകമാണ് ബൈബിൾ എന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഇത് നമുക്കെല്ലാവർക്കും തന്ന ഒരു പുസ്തകമാണ്. എന്തിനു വേണ്ടി? ഇതിനകത്ത് വളരാൻ, ഇതിനകത്ത് ജീവിക്കാൻ, ഇതിൻ്റെ പാതയിൽ കൂടെ മുന്നേറി പോകാൻ വേണ്ടി കർത്താവ് നമ്മുടെ കൈകളിൽ തന്ന വചനമാണെന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവവചനത്തെ അറിയാതെ ജീവിക്കുന്നത് എന്താണ്? അപകടകരമായ ഒരു ജീവിതമാണ്. അത് വീണ്ടും ഞാൻ ഊന്നി പറയുകയാണ്. അതിനുവേണ്ടി കൊടുക്കുന്ന ഏതൊരു എഫോർട്ടും, വചനം അറിയാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു എഫോർട്ടും നിങ്ങൾക്ക് ഗുണമല്ലാതെ ഒരു വിധത്തിലുമുള്ള അപകടം അതിൽ വരുത്തത്തില്ല. അതാണ് നിങ്ങളെ നിലനിർത്തുന്നത്. കർത്താവ് പറഞ്ഞു, ആകാശം മാറും, ഭൂമിയും മാറും, സകലതും മാറിപ്പോകും, പക്ഷെ എന്ത് മാറത്തില്ല? ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് അല്ലെ, പ്രവചനപരം മാറിപ്പോവും, ഭാഷാപരം മാറിപ്പോവും, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിനകത്ത് അല്ലേ. ഇതെല്ലാം മാറിപ്പോകുന്നതാണ്, കാണുന്നതെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ മാറാത്തതൊന്നെന്തേ ഉള്ളൂ? ദൈവത്തിൻ്റെ വചനം മാത്രമല്ല. ആ വചനത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ മാറാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ അറിയുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നീതിയുടെ വചനം സംബന്ധിച്ച് അവന് പരിചയങ്ങളില്ലാതെ വരും. ഇനി അവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നന്മ തിന്മകളെ കുറിച്ചുള്ള അല്ലേ ആ ഒരു തിരിച്ചറിവ്. എവിടെയാണ് മനുഷ്യൻ തെറ്റുപറ്റിപ്പോയത്? എവിടെയാണ് മനുഷ്യൻ തകർന്നു പോയത്? എവിടെയാണ്? കർത്താവ് ഏദൻ തോട്ടത്തിൽ പറഞ്ഞു, ഞാനൊരു വൃക്ഷം നട്ടിട്ടുണ്ട്. അതെന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷം അല്ലേ. അതിൻ്റെ ഫലം എന്ത് ചെയ്യരുത്? നിങ്ങൾ തിന്നരുത്. പക്ഷേ മനുഷ്യൻ പരാജയപ്പെട്ടു പോയത് അവിടെയാണ് അല്ലേ. മനുഷ്യൻ എന്ത് ചെയ്തു? ഇന്ദ്രിയങ്ങളിൽ കാണുവാൻ നല്ലത് അല്ലേ, അവനെ ആകർഷണമുള്ളതാക്കി തീർത്തു. ആ ആകർഷണത്വമാണ് അവൻ എന്ത് ചെയ്യുന്നത്? ദൈവം കൊടുത്ത ആ പ്രമാണത്തെ അവന് അതിലംഘിക്കാനായിട്ട് കാരണമായി തീർന്നത്. ആ തകർച്ച എന്ത് ചെയ്തു? ആ തകർച്ച മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിലേക്ക് തള്ളിവിട്ടുന്ന കാണാൻ സാധിക്കുന്നത്. ആ മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിലേക്ക് തള്ളിവിട്ട മനുഷ്യന് തിരികെ നന്മയെയും തിന്മയെയും തിരിച്ചറിവ് കൊടുക്കുന്നത് എവിടെയാണ്? ദൈവവചനത്തിലുള്ള അറിവാണ്. ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കുന്നതിൽ കൂടിയാണ്, ദൈവവചനം പഠിക്കുന്നതിൽ കൂടിയാണ് ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. അതിനപ്പുറമുള്ള എല്ലാ സഞ്ചാരങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ആ സഞ്ചാരങ്ങളെല്ലാം അപകടകരമായ സഞ്ചാരങ്ങൾ തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ന്യായീകരണങ്ങൾ മുമ്പിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. വചനം നമുക്ക് മുൻപിൽ തരുന്ന ഒരു പാത, ആ പാതയിൽ കൂടെ മാത്രമാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അതൊന്ന് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 3 മുതലുള്ള 3-ാം അധ്യായത്തിൻ്റെ 1 Corinthians chapter 3 verses 1 onwards നമുക്കൊന്ന് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളുടെ ആത്മീകന്മാരോട് എന്ന പോലെയല്ല. ഒരു സഭയെ വന്നിട്ട് പൗലോസ് പ്രസംഗിക്കുകയാണ്, സഭയ്ക്കകത്ത് വന്നിട്ട്, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ. അപ്പൊ നോക്കിക്കേ, ക്രിസ്തുവിൽ ശിശുക്കളായവരാരാണ്? ആരാ? ജഡീകന്മാരാണ്. അപ്പോൾ ആരാണ് ശിശുക്കൾ എന്ന് പറയുന്നത്? ആരാ ശിശുക്കള്? ബൈബിൾ നമ്മൾ കുറച്ചും പഠിച്ച ശിശു എന്ന് പറയുന്ന ആരാണ്? പാൽ കുടിക്കുന്നവനെല്ലാം ശിശു അത്രേ. അപ്പോൾ വചന സംബന്ധമായിട്ട് ആഴമായി പഠനമില്ലാത്തവർ ഏത് വിഭാഗത്തിൽ വരും? ജഡീകന്മാരുടെ വിഭാഗത്തിലേക്ക് വരും. പൗലോസ് പറയാണ്, നമ്മൾ ഈ ജഡീകന്മാരെന്നൊക്കെ പറഞ്ഞ ആരെയാന്ന് വെച്ചിരിക്കുന്നതെന്ന് അറിയോ?
ജഡികൻ. നമ്മൾ ആത്മീകന്മാരും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് സഭയിലുള്ള സകല മനുഷ്യന്മാരാണ് ജഡീകന്മാർ. നമ്മൾ ഈ ഗണത്തിലെങ്ങും വരുന്നവരല്ല. പക്ഷെ പൗലോസ് പറയുന്നത് നേരെ തിരിച്ചാ. അങ്ങനല്ല. ഈ ജഡീകന്മാരൊന്നും ലോകത്തിലില്ല. ഒറ്റ മനുഷ്യൻ. ഇവരൊക്കെ എവിടെയുള്ളതെന്നറിയോ? ജഡീകന്മാർ മുഴുവൻ എവിടെയുള്ളതെന്നറിയോ? സഭയ്ക്കകത്തേ ഉള്ളൂ. സഭയ്ക്ക് വെളിയിൽ ഒരു ജഡീകനും ഇല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. ജഡീകന്മാർ മുഴുവൻ ഉള്ളത് എവിടെയാണ്? സഭയ്ക്കകത്ത്. അവരാരാണ്? ക്രിസ്തുവിൽ ശിശുക്കളായവരാണ് അവർക്ക് ദൈവവചനത്തിൽ. അപ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് ഈ സഭയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആത്മീകരോട് എന്ന പോലെയൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആരെപ്പോലെ പറയാൻ പറ്റുന്നുള്ളൂ? ജഡീകന്മാരോട് എന്ന പോലെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. ഇനി അടുത്ത വാക്യം വായിച്ചു. അടുത്ത പ്രശ്നം. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ പാല് കൊടുത്തു, ഭക്ഷണം അവർക്ക് കൊടുത്തില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്നാണ്. അപ്പോൾ ഭക്ഷണത്തിലേക്ക് ഇവർ വന്നില്ല. അതുകൊണ്ട് ഇവർ ആരായി മാറി? ജഡീകന്മാരായി മാറി. ഇനി അടുത്ത വാക്യം വായിച്ചു. പൗലോസിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല. പുള്ളി എന്നും രാവിലെ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇവിടെ വരുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇതാ കൊടുത്താൽ എല്ലാവർക്കും എന്ത് ചെയ്യും? വയറിളക്കം, പ്രശ്നം, ഛർദില്, ആകെ ബുദ്ധിമുട്ട്. ഇതൊന്നും നടക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ഒന്ന് സഭയെ പറയണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പോൾ ഇവർക്കിട്ട് ദഹിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളകത്താ. ഇത് പ്രസംഗന്റെ പ്രശ്നമല്ല. ഈ കുറേ നീങ്ങിപ്പോകേണ്ട കാര്യങ്ങളുണ്ട്. ഇതകത്ത് ഇങ്ങനെ കടന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് പറയാൻ പറ്റുന്നില്ല. സംഗതി ചാടിപ്പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയില്ല. പുള്ളി കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ വെക്കുകയാണ്. പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല. പൗലോസ് പറയാണ്, ഭക്ഷണം അല്ല ഞാൻ നിങ്ങൾക്ക് തന്നത്, പാൽ. ഇതിങ്ങനെ കുടിച്ച് വന്നു എപ്പോഴേലും ഭക്ഷണം തരാമെന്ന് വെച്ച് നോ രക്ഷ. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് പാൽ തരാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോഴും കഴിവായിട്ടില്ല. പൗലോസ് പറയാണ് ഒരു സഭയെ വന്നിട്ട്, കൊരിന്ത് സഭ. ഏത് സഭ? കൊരിന്ത് സഭ. എല്ലാ ആത്മീക അനുഗ്രഹങ്ങളുമുള്ള സഭ. പ്രവാചകന്മാർ, പ്രസംഗകർക്ക് പ്രസംഗകൻ, പിന്നെ എന്താ, സകല ആത്മീക വരങ്ങളുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ. നമ്മുടെ സഭ പോലും ഒന്നുമല്ല കേട്ടോ. നമ്മുടെ സഭയിൽ എത്ര പേര് പ്രവാചകന്മാരുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ. അല്ല, കുറച്ച് പേരല്ല, ആരും തന്നെ ഇല്ല. എത്ര പേരുണ്ട്? അന്യഭാഷയെ മാത്രമേ നമ്മൾ പ്രസംഗിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വിസ്മരിച്ചു, നമുക്കുണ്ടാവുന്നില്ല. അത് വേറെ കാര്യം. അത് പോട്ടെ, അതിലേക്ക് ഞാൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് മാത്രം കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സഭയാണ് നമ്മുടെ സഭ, അല്ലേ? ഈ അതുപോലെ അല്ല കൊരിന്ത് സഭ എന്ന് പറഞ്ഞാൽ. കൊരിന്ത് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സഭ, ഭയങ്കര ആൾക്കാരുണ്ട്, സകല സംഗതികളും ഉണ്ടായിരുന്നൊരു സഭയാണ്. ആ സഭയെ വന്നിട്ട് എല്ലാവരും ഉണ്ടായ എല്ലാ വിധത്തിലുമുള്ള ശുശ്രൂഷകളുണ്ടായ സഭയുണ്ട്. പൗലോസ് പറയാണ്, നിങ്ങൾ ഇന്നും ആരല്ല, ആത്മീകന്മാരെന്ന പോലെ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ആരാണ്? ജഡീകന്മാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാല് കുടിക്കുന്ന കാലത്തോളം നമ്മൾ ആരായിട്ട് തുടരത്തുള്ളൂ? ജഡീകന്മാരായിട്ടേ നമ്മൾ തുടരത്തുള്ളൂ. വചനം കട്ടിയായുള്ളത് കഴിക്കുമ്പോഴാണ് നമ്മൾ ആരായിട്ട് മാറുന്നത്? നമ്മളൊരു ആത്മീക. അപ്പം ഈ പറയുന്നത്, ഞാൻ പറയുന്നത് പുതിയ വിശ്വാസത്തിലേക്ക് വന്നവരെ കുറിച്ചല്ല കേട്ടോ. 2, 3, 4, 5 വർഷമായി വിശ്വാസത്തിലേക്ക് വന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ ജഡീകൻ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇതിനകത്തുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുതുവിശ്വാസികളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. കർത്താവേ, ഞാൻ ആകെ 2, 3 വർഷമേ ഉള്ളൂ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. ഇന്നലെ പാസ്റ്റർ സ്റ്റേജിൽ കയറി എന്ന് പ്രസംഗിച്ചു, ഞാൻ ജഡീകനാണെന്ന് പ്രസംഗിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഈ സഭയിൽ പോകുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ എന്ന് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനല്ല. വിശ്വാസത്തിൽ വന്നിട്ടും വർഷങ്ങളായിട്ടും വചനത്തിൽ പഴക്കം വരാൻ താല്പര്യമില്ലാതെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത, വചന പഠനം ഇല്ലാത്തവരെ കുറിച്ച് ബൈബിൾ വിളിച്ചിരിക്കുന്നത്, പ്രതിശ്വാസം പറഞ്ഞിരിക്കുന്നതല്ല, അവർ ജഡീകന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രശ്നം എന്താണ്? ഈ ജഡീകന്മാരായുള്ള പ്രശ്നം. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വായിച്ചോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ, പിണക്കം ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. വചനത്തിൽ വളരാതിരിക്കുന്നത് എവിടെയാണ്? അപകടകരമായൊരു യാത്രയാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ ആരെപ്പോലെ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്? ശേഷം മനുഷ്യരെ പോലെ, ജഡീകന്മാരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ. സഭയിലിരിക്കാൻ നിങ്ങൾക്ക് നോ പ്രോബ്ലം. അതും മരിക്കുന്നോടം വരെ ഇരിക്കാം. നല്ല ചവാടൊക്കെ കിട്ടും. ഇനി പ്രസംഗിക്കാൻ നേരത്തെ പാസ്റ്ററായ ഞാൻ കയറിയുന്ന, അല്ലെങ്കിൽ സാമൂൽ പാസ്റ്ററെല്ലാം പറയും, പ്രിയ സഹോദരൻ, സഭയിലെ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയ്ക്ക് വേണ്ടി നിന്ന, സാക്ഷ്യത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവവേലയ്ക്ക് വേണ്ടി നിന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ഈ കിടക്കുന്നതെന്നൊക്കെ വേണം ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ പറഞ്ഞ വേണ്ട രീതിയൊക്കെ സൂചിപ്പിച്ച് ഒക്കെ ഞങ്ങൾ വിടും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ
അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇതിനൊക്കെ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത് കർത്താവ്. ദൈവം ചോദിക്കുന്നത് എങ്ങനെയാണ് ദൈവവചനത്തോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളതാണ്. വചനത്തോട് നിങ്ങൾ കാണിച്ച മനോഭാവം എന്നുള്ളതാണ്. ദൈവവചനത്തോട് നിങ്ങൾ പ്രകടിപ്പിച്ച അതിനോടുള്ള ആത്മാർത്ഥതയുണ്ടല്ലോ, അതിൻ്റെ ആത്മാർത്ഥതയുടെ ആഴത്തെയാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജഡീകന്മാരെ പോലെ ജീവിച്ച് കേവലം ശേഷം മനുഷ്യരെ പോലെ അവസാനിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവവചനത്തിന് മുമ്പാകാൻ നമ്മുടെ കണ്ണുകളെ ദൈവവചനത്തിന് മുമ്പാകാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കേവലം നമ്മൾ കേട്ട് മറക്കുന്നവരായി തീരാതെ വണ്ണം ഇന്നത്തെ പ്രസംഗം, ഈ വചനചിന്ത ജീവിതാവസാനം വരെ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതിയിടേണ്ട വാക്യങ്ങളാണ്. എന്താണ്? വചനത്തിൽ വളരാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണ്. അതാണ് എൻ്റെ ഉദ്യമം, അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലെങ്കിലും, അതിലൊന്നും ഞാൻ ഭാഗവാക്കായില്ലെങ്കിലും കുഴപ്പമില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ലോകത്തിൽ പലതും നടക്കും, പലതും നമ്മൾ അറിഞ്ഞില്ലെന്ന് വരും, പലതിനെ നമ്മളെ ഉൾപ്പെടുത്തിയില്ലെന്ന് വരും. പക്ഷെ വചനം എന്താണെന്നറിയണം. വചനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, വചനം എന്നിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആഴത്തിൽ അറിയാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ജീവിതാഗ്രഹമാണ്. അതിനായി നമ്മെ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൻ്റെ ആഴങ്ങളെ അറിയാൻ എന്നെ സഹായിക്കണമേ. അതിനുവേണ്ടിയുള്ള താല്പര്യം എന്നെ തരണമേ. കേവലം ഒരു ശിശുവിനെ പോലെ പാൽ കുടിക്കുന്നൊരു അനുഭവമല്ല, മറിച്ച് കട്ടിയായുള്ള ആഹാരം ദൈവവചനം ആഴത്തിൽ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കാനുള്ള അവസരവും അതിനുള്ള കഴിവും അതിനുള്ള ആഗ്രഹവും എന്നിൽ തരണമേ കർത്താവേ എന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്നൊന്ന് ദൈവസന്നിധി സമർപ്പിച്ച്, നമുക്ക് വേണ്ടത് കേവലം ജഡീകന്മാരെ പോലെ ശേഷം മനുഷ്യരെ പോലെ അവസാനിക്കുന്നൊരു ജീവിതമല്ല. ആത്മീകരെന്ന പോലെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കി നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുള്ളവരായി തീർന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവെ വചനത്തിൽ വളരാൻ എന്നെ സഹായിക്കണമേ. നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ. വചനത്തിൽ വളരാൻ, വചനത്തിൻ്റെ ആഴത്തിൽ വളരാൻ എന്നെ സഹായിക്കണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനകളായി തീരട്ടെ. അങ്ങനെ ആഴത്തിൽ വചനത്തിൽ വളർന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ വചനവും ഈ ചിന്തകളും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.